എന്നാ പരിപാടി? ചുമ്മാ ഇരിക്കോ? ബോറടിക്കുന്നില്ലോ? എന്നാ നിന്റെ കഥ പറയടി. ആ, ആന്ധ്ര കഥകള് ഇനി ഉണ്ടല്ലോ ഇഷ്ടം പോലെ. നീ പണ്ടൊക്കെ കുറെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കി പറ. പറയടി. ഓ, നീ ആലോചിക്കേ. ചൂടായിട്ട് കഥ പറ. ഞാൻ കഥ പറയുമ്പോ എപ്പോഴും ചേച്ചിയാണല്ലോ വില്ലത്തി. ഈ കഥയിൽ ഞാനാണ് വില്ലത്തി. ഞാൻ വില്ലത്തി ആയതൊന്നല്ല കേട്ടോ. വില്ലത്തി എന്താ പറയാ, ആയതല്ല. അല്ല, എന്തായാലും പറയാ, വില്ലത്തി വേണച്ചിട്ടായതല്ല, ആയി പോയതാ. എന്താ കഥ? എന്താ? ഞങ്ങൾ ആന്ധ്രയിലേക്കും, ആന്ധ്രയിലല്ല, ആന്ധ്രയിന്ന് എന്താ പറയാ വെക്കേഷന് കേരളത്തിൽ വന്നിരിക്കുക. ഞങ്ങള് വർഷത്തിലൊരിക്കൽ കേരളത്തിലോട്ട് വരൂല്ലോ വെക്കേഷൻ ആവുമ്പോ. അപ്പൊ ഒരു വട്ടം വെക്കേഷൻ വന്ന സമയം അപ്പൊ ഞങ്ങള് വന്നോണ്ട് എല്ലാരും കൂടിയിട്ട് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചു. മേമന്മാരും ചെറുപ്പത്തിലല്ലേ, അപ്പൊ അന്ന് എല്ലാരും കൂടിയിട്ട് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ചെറുപ്പത്തിൽ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ വൃത്തിയുടെ സ്വഭാവങ്ങള്. ചെറുപ്പത്തിൽ മാത്രമല്ലല്ലോ. ബാക്കി പറയുന്നില്ല. ചെറുപ്പത്തിൽ മാത്രമല്ല, ഇപ്പൊ റെഡിയാ, ഇപ്പൊ ഡീസന്റാ. അപ്പൊ എന്താണ്, ചെറുപ്പത്തില് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നേ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ വീട്ടിലതുകൊണ്ട് ആന്ധ്രയിലാണെങ്കിൽ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് എന്തെങ്കിലും ഒക്കെ ഇരിക്കും, കഴിക്കാനായിട്ട് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ഒന്നുമില്ല കഴിക്കാൻ. അപ്പൊ സിനിമയ്ക്ക് പോവാൻ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കാം. അപ്പൊ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് വാശി പിടിക്കാൻ തുടങ്ങി. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിക്കാൻ തുടങ്ങി. എനിക്ക് എത്ര 7 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. 6 വയസ്സ് 7 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. എനിക്ക് വയസ്സൊന്നും ഓർമ്മയില്ല, ചെറുപ്പത്തിലാ. അപ്പൊ എന്താണ്, എനിക്ക് കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം. അപ്പൊ അവിടെ തറവാട്ടിലൊന്നുമില്ല. അപ്പൊ എന്താണ്, ഞാൻ ഇരുന്ന് വാശി പിടിക്കുക. ഇവരെല്ലാരും ഒരുങ്ങല്ലേ, എനിക്ക് എന്തെങ്കിലും വേണേന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്നാ അച്ചാച്ചൻ പറഞ്ഞു, എന്നാ അടുത്തൊരു കട ഉണ്ട്, കുറച്ച് നടക്കണം, ഒരു 1/2 കിലോമീറ്റർ വല്ലതും നടക്കണം. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു, എന്നോടും ചേച്ചിയോടും ആ കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു കഴിക്കാനായിട്ട്. അപ്പൊ ചേച്ചിക്ക് മടിയാ, ചേച്ചിക്ക് സിനിമയ്ക്ക് പോകാനുള്ള മൂഡിൽ നിൽക്കുക. അപ്പൊ ചേച്ചിക്ക് വരണ്ട.